പ്രിയപ്പെട്ടവരെ, മാതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പുകാലത്തിലാണ് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് ഈ നോമ്പുകാല ചിന്തയിൽ നമ്മൾ ധ്യാനിക്കുന്നത് യൂദാസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യമാണ്. അത് 5-ാമത്തെ വചനമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്കെല്ലാ കാര്യങ്ങളും അറിയാം, എന്നാൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടാരോ പറഞ്ഞതുപോലെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഈശോ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഞാൻ തന്നെ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം എൻ്റെ മനസ്സിനെ. ഒന്നെങ്കിൽ ആരെങ്കിലും നമ്മളെ ഓർമ്മപ്പെടുത്തണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ ഓർമ്മപ്പെടുത്തണം. അപ്പൊ നോമ്പുകാലം എന്ന് പറയുന്നത് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 50 ദിവസം കൊണ്ട് എന്തിനൊക്കെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നിത്യരക്ഷ പ്രാപിക്കാനുള്ള വഴി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മകളെ സജീവമായി നമുക്ക് നിലനിർത്താൻ പറ്റണം. വീണ്ടും പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 10-ാമത്തെ വചനം, 1-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം, അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ തീഷ്ണതയുള്ളവരായിട്ട് തീരുവിൻ. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തണം. ഈ ലോകത്ത് ദൈവം എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നശിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? യൂദാസ് നമ്മളോട് പറയുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വചനം: തടവുകാരനായി നിനിവയിൽ എത്തിയപ്പോൾ എൻ്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ കഴിച്ചില്ല, കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ നോമ്പുകാലത്ത് പലരും വന്ന് പങ്കുവെച്ചൊരു കാര്യമുണ്ട്: അച്ഛാ, 8-10 ദിവസമൊക്കെ നോമ്പ് നോക്കി ഭംഗിയായിട്ടങ്ങ് പോയി, പക്ഷേ അവിചാരിതമായിട്ട് ചില ഭക്ഷണം കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഞാനങ്ങ് മറന്നുപോയി. നോക്കണം, മറവി. ചിലപ്പോൾ വിശാലായിരിക്കും നമ്മളെ മറക്കുന്നത്. അത് മറന്നു കഴിഞ്ഞപ്പോഴോ ഇനി ഇത് പറ്റിയല്ലോ എന്നും പറഞ്ഞാൽ നോമ്പ്, കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് മുഴുവനും എനിക്ക് നഷ്ടപ്പെട്ടെന്നാണ് ഒരു യുവാവ് എന്നോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ തോബിത്തിന്റെ പുസ്തകത്തില് തോബിയാസ് പഠിപ്പിക്കുന്ന കാര്യം എന്നതാണ്: തടവുകാരനായിട്ട് നിനിവയിലെത്തി. ഈ മനുഷ്യന്റെ ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും അവരെല്ലാം വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഈ മനുഷ്യൻ ദൈവത്തെക്കുറിച്ചുള്ള, തോബിത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ സജീവമായിട്ട് നിലനിന്നതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാതെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. അപ്പൊ ഓർമ്മ പ്രധാനപ്പെട്ടതാണ്. ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ഓർമ്മ. അതുകൊണ്ടാണ് ഓരോ ദിവസങ്ങളും കേട്ട കാര്യത്തെക്കുറിച്ച്, എടുത്ത തീരുമാനത്തെക്കുറിച്ച്, ഈ നോമ്പുകാലത്ത് നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ രാവും പകലും ചിന്തിക്കണം. ഇനി നമ്മളൊക്കെ ചിന്തിക്കുന്ന എന്നാണ്? ധ്യാനിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നാണ് പറയുക. എന്നാൽ സങ്കീർത്തകൻ ആദ്യ അധ്യായത്തിൽ പറയുന്നത് അപ്പം ഇങ്ങനെയാണ്: ഒരു ധ്യാനം എപ്പോഴാണ്? രാവും പകലും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ ഞാന് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് രാവും പകലും അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. വീണ്ടും തോബിത്തിന്റെ പുസ്തകത്തില് 3-ാം അധ്യായം 7-ാമത്തെ വചനം മുതൽ, മേദിയായിലെ എഗ്ബത്താനിയിൽ റഘുവേലിന്റെ മകൾ സാറ, അവള് 7 പ്രാവശ്യമാണ് വിവാഹം കഴിച്ചത്. 7 ഭർത്താക്കന്മാരും മരിച്ചുപോയി. ഒരു ദുഷ്ടപിശാചിനാലാണ് ഈ മരണം സംഭവിക്കുക. അപ്പോൾ ഇവളുടെ പരിചാരകർ വന്നിട്ട് പറയുകയാണ്: അവളെ, നീയാണ് നിന്റെ ഭർത്താക്കന്മാരെ കൊല്ലുന്നത്. എത്ര നാള് നിനക്ക് ഇങ്ങനെ ഭർത്താക്കന്മാരെ കൊന്ന് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും? സത്യമറിയാവുന്ന സാറ ആകെ നിരാശയായി, ആകെ സങ്കടപ്പെട്ടു. അപ്പോൾ അവൾ തൂങ്ങി മരിച്ചേക്കാമെന്ന് പോലും അവളൊരു തീരുമാനമെടുത്തു. അപ്പോഴാണ് അവളുടെ അപ്പനെ കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ അവൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്: ഞാൻ എൻ്റെ അപ്പൻ്റെ ഏക മകളാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ അപ്പന് അത് താങ്ങാൻ പറ്റിയാലതയാകും.
അപ്പൊ ചിന്തിച്ചു നോക്കി, ഓർമ്മകളാണ് രക്ഷിക്കുക. അപ്പൊ ഈ നോമ്പുകാലം ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ഭക്ഷണം വേണ്ടെന്ന് വെക്കണം, ത്യാഗങ്ങൾ ചെയ്യണം, പരിഹാര മാർഗങ്ങൾ ചെയ്യണം. നീ ഇന്നലകളിൽ പാപം ചെയ്തു, സഹോദരനോട് നിനക്ക് രമ്യതപ്പെടാനുണ്ട്. ഒരുപാട് ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, മറിയം കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയം കേട്ടത് എന്തൊക്കെയാണ്? പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകണം എന്ന് നീ അറിയുന്നില്ലേ? എലിസബത്ത് പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ശിമയോൻ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും. പ്രിയപ്പെട്ടവരെ, കേട്ട കാര്യങ്ങളെക്കുറിച്ച് മറിയം ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എന്ത് ഫലമുണ്ടായി? കുരിശിന്റെ വഴിയിലെ 4-ാമത്തെ സ്റ്റേഷനിൽ നമ്മൾ ഇങ്ങനെയല്ല വായിക്കുന്നത്, അമ്മയും മകനും കണ്ടുമുട്ടുന്നു. മാതാവ് എത്ര സംയമനത്തോടുകൂടെയാണ് അവിടെ നിന്നത്. പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ശിമയോൻ പറഞ്ഞത് മാതാവ് ഓർത്തു, എൻ്റെ മുൻപിൽ ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ നോമ്പാണെന്ന് ഓർക്കണം. എൻ്റെ മുമ്പിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സഹോദരൻ വരുമ്പോൾ നോമ്പുകാലത്തിന്റെ പരിത്യാഗങ്ങളെ കുറിച്ച് നീ ഓർക്കണം. പാവപ്പെട്ടവൻ നിന്റെ മുമ്പിൽ വരുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരമാണെന്ന് നീ കരുതണം. നിനക്കെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ മടുത്തു എന്ന് ഓർക്കുമ്പോൾ കർത്താവിന്റെ കുരിശിനെ കുറിച്ച് ഓർക്കണം. അപ്പൊ ഓർമ്മകളാണ്. അപ്പോൾ നോമ്പുകാലം ഓർമ്മപ്പെടുത്തലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഓർമ്മയുടെ കാലത്ത് നമുക്ക് ദൈവത്തെക്കുറിച്ചും പാടുപീടകളെക്കുറിച്ചും ഒക്കെ, ഈശോയുടെ പാടുപീടകളെക്കുറിച്ച് ഓർത്ത് ആ കുരിശിനെ ഓർത്ത് ധ്യാനിക്കാനുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേ.